ഹലോ. അപ്പോൾ ഇത് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്നൊരു ഹെയർ വാഷ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് ഇങ്ങനെ വെച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഉണ്ടെന്ന് കണ്ടോ, ഇന്ന് ഒരു സുഖമില്ല. മഴ പെയ്യും പെയ്യില്ല എന്നുള്ളൊരു കാലാവസ്ഥയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇന്നലെയൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷെ ഇന്നൊരു സുഖമില്ല. അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഓയിലൊക്കെ കൊടുത്ത് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലാതെ കാലത്ത് ഇങ്ങനെയൊക്കെ അത് നന്നായിട്ട് ഇങ്ങനെ മസാജൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചൊരു ചെറിയൊരു പാക്ക് പോലെ ഇടാം. പാക്ക് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഞാൻ മാസത്തിലൊന്നും ഇടുന്നതാണ്. നമ്മുടെ എന്തില്ലേ മുട്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് തലയിലൊന്ന് പറ്റാമെന്ന് വിചാരിച്ചു. കണ്ടോ, ജസ്റ്റായിട്ട് ഇങ്ങനെ തലയിലൊന്ന് പറ്റി കൊടുക്കാം. ഇപ്പോൾ എന്ത് പറ്റിയാലും കാര്യമില്ല, നന്നായിട്ട് മുടി കൊഴിയലും ഉണ്ട്, നന്നായിട്ട് സ്കാൽപ്പൊക്കെ ഡ്രൈ ആവുന്നതുകൊണ്ട് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ചെയ്യാം. പിന്നെ ഇതുണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ സിറിഞ്ചിൽ ഇത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യണം. ഇങ്ങനെ ഈ സിറിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ ഇവിടെ ഒന്നും വീഴുമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയിലൊക്കെ സ്മെല്ല് ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ആവശ്യത്തിന് മാത്രം ഇങ്ങനെ ചെയ്ത് സ്കാൽപ്പിലേക്ക് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കും. അപ്പോൾ പിന്നെ അവിടെ ഇവിടെയും വീഴുകയും പിന്നെ മുട്ടയുടെ മണം വരിക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ സിറിഞ്ച് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും കേട്ടോ. നന്നായിട്ട് ആവശ്യത്തിന് നമ്മുടെ സ്കാൽപ്പിൽ വരികയും ചെയ്യും, അവിടെ ഇവിടെയും വീഴുകയുമില്ല, ഒന്നുമില്ലാത്ത രീതിയിൽ ഇത് ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടാവണ മുട്ടേനെ എനിക്ക് വലിയ വലിയ മുടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഒരു മുട്ട അങ്ങനെ തന്നെയൊന്നും എനിക്ക് മുടിയിൽ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ തലയിൽ ഓയിലൊക്കെ ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പാക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു എഗ്ഗ് മാത്രം ഇട്ടിട്ടുള്ളൂ. മാസത്തിലൊന്നൊക്കെ ഞാനത് ചെയ്യും. കാരണം നന്നായിട്ട് സ്കാൽപ്പൊക്കെ ഡ്രൈ ആവേണ്ട, നന്നായിട്ട് മുടി കൊഴിയേണ്ട ഒന്നാമത്തിൽ എൻ്റെ ഹെയർ മുഴുവൻ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന പോലെയാണ്. അതിൻ്റെ ഉണ്ട്. പിന്നെ നമ്മുടെ അടുത്ത കാലാവസ്ഥയുടെ ഇതുകൊണ്ടൊക്കെ സ്കാൽപ്പ് നന്നായിട്ട് ഡ്രൈ ആവണം, മുടി സ്പ്ലിറ്റ്നെസ് ആവുന്നു, കൊഴിയുന്നു, ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആകെയുള്ളൊരു കുറച്ച് മുടീനെ അതെങ്കിലും നിലനിൽക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതേപോലെ മാസത്തിൽ ഒന്ന് വെച്ച് ഇങ്ങനത്തെ മാസ്ക് ഇട്ട് കൊടുക്കും. ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഓയിലും മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതായത് നമുക്കിപ്പോൾ നാളെ ഓഫാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസത്തെ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞവനെ എനിക്ക് ചെയ്യൂട്ടെ. അങ്ങനെ അയ്യോ, ഇന്നലെ നല്ല വെയിലും നല്ല കാറ്റും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് കാലാവസ്ഥ ഫുള്ള് ഇങ്ങനെ മൂടി ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു സുഖമില്ല. ഉണ്ടോ, ഇന്ന് കാലാവസ്ഥ ഫുള്ള് ഭയങ്കര ഇതാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ, ജർമ്മനിയിൽ ഒരു ദിവസം വെയിലാണെങ്കിൽ ഒരു ദിവസം മഴയാണ്, ഒരു ദിവസം മൂടിയ കാലാവസ്ഥയാണ്, ഒരു ദിവസം തണുപ്പാണ്, കാറ്റാണ്, അങ്ങനെ. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അയ്യോ, ഇനി വൈകുന്നേരത്ത് കുക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കറിയും ഇന്ന് പാസ്തയാണ്. അപ്പോൾ പാസ്ത വയ്ക്കാനായിട്ടെന്ന്, അപ്പോൾ അതും കൂടെ വെക്കണം. അതും കൂടെ വെച്ച് അതും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിടന്നുറങ്ങണം. ഇത് നാളെ എനിക്ക് പോകണം. നാളെ ഞാൻ പോകുന്നു. ഇപ്പോൾ 2-3 ദിവസമായി ഇങ്ങനെ ഓഫായിട്ട് ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഇനി സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിങ്ങനെ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ പാക്കറ്റിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതാകുമ്പോൾ നല്ല എളുപ്പമാണ്. വെറുതെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ മതി. കണ്ടോ, ഇതിനകത്ത് 6 മിനിറ്റ് നമ്മളിങ്ങനെ അതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് വെച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് പിന്നെ പാത്രങ്ങളുടെ ഒക്കെ കുറവുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഈ പാത്രത്തിൽ ഞാൻ വെക്കണത് കേട്ടോ, പാസ്ത വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ വെള്ളം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാക്കറ്റ് പൊട്ടിച്ച് അങ്ങോട്ട് ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ 6 മിനിറ്റ് ഇരുന്നിങ്ങനെ വേവിച്ച് കൊടുത്താൽ മതി. വേണ്ട, ഇങ്ങനെ തിളച്ചിരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാത്ത പോലെ കേട്ടോ. എന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങനെ ഇനി വെള്ളം വറ്റുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ പാസ്ത വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ പാസ്തയൊക്കെ വെന്ത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്പിനാച്ചി പാസ്ത ആയിരുന്നു കേട്ടോ, അതാണ് ആ ഗ്രീൻ കളറിൽ ഇരിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്പിനാച്ചി പാസ്തയൊക്കെ. പക്ഷേ ഇതിനെ വലിയ കാര്യത്തിൽ ഇങ്ങനെ ഫുള്ളൊക്കെ എടുക്കേണ്ട, പക്ഷെ എനിക്ക് ഫുള്ളൊന്നും തിന്നാൻ പറ്റിയില്ല. അതെനിക്ക് പകുതിയൊക്കെ തിന്നാൻ പറ്റുള്ളൂ. എന്താണെന്ന് അറിയില്ല, ഭയങ്കര വിശപ്പുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ തിന്ന് പകുതി എത്തുമ്പോഴേക്കും എനിക്ക് മതിയാവുകയാണ് എല്ലാ സാധനങ്ങളും. പാസ്ത മാത്രമല്ല കേട്ടോ, എന്ത് സാധനമായാലും എനിക്ക് മതിയാവുകയാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എൻ്റെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പാസ്ത തിന്നലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിനി ഒന്ന് ഉറങ്ങണം എന്ന് വിചാരിക്കുന്ന നേരത്തെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങാൻ കിടന്നാൽ, ഇപ്പോൾ ഇവിടെ സമയം 8:30. അപ്പോൾ ഇപ്പോഴെങ്കിലും ഉറങ്ങാൻ കിടന്നാലാണ് ഒരു 9:30 ആകുമ്പോഴേക്കും ഉറങ്ങാൻ പറ്റുള്ളായിരിക്കാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ രാത്രി ആവണില്ല, വെട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, അതാണ് ഒരു പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ വെളുപ്പിന് ഒരു 4 മണി 4:30 ആകുമ്പോഴേക്കും ഇങ്ങനെ ചെറിയ വെട്ടം വന്നു തുടങ്ങും. ഒരു 5:30 ആകുമ്പോഴേക്കും നട്ടുച്ചയായ പോലത്തെ രീതിയിൽ വെട്ടോ. അപ്പോൾ അധികം നേരം കിടക്കാനും പറ്റില്ല, അതാണ് ഒരു പ്രശ്നം. ഇതേ കണ്ട സമയം 8:30 കഴിഞ്ഞു, എന്നിട്ട് നല്ല വെട്ടമാണ്. ഈ വെട്ടത്തെ എങ്ങനെ കിടന്നു പോകുവാനാണ്. പക്ഷെ എന്നാലും ഉറങ്ങിയല്ലേ പറ്റുമോ, അതുകൊണ്ട് ഞാൻ ഉറങ്ങില്ല.
രാവിലെ ആകുമ്പോഴേക്കും ഇതേപോലെ തന്നെ വെട്ടം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ ഇനി വേഗം കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ഈവനിങ് റൊട്ടീനായിരുന്നു. ഒറ്റയ്ക്കാകുമ്പോൾ ഈവനിങ് റൊട്ടീൻ. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് തല കഴുകി ഒരു മാസ്കൊക്കെ ഇട്ട് തല കഴുകി, അത് മാത്രമേ ഇന്നുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതുപോലും ഇല്ല, വെറുതെ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഡ്യൂട്ടി ഇല്ലാത്തൊരു ദിവസം പരമാവധി ഞാൻ ഇവിടെ നിൽക്കാറില്ല, ഞാൻ അങ്ങോട്ട് പോവാറ്. ഇതിപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുള്ളതുകൊണ്ടാണ് ഇവിടെ നിൽക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.